നമസ്കാരം, ഇത് IBN മലയാളം. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ് ദേവസ്വവും കൈയൊഴിഞ്ഞതോടെ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. ശ്രീവല്ലഭ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ തിരുമുറ്റത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂള് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കാവുംഭാഗം, അതുപോലെ തന്നെ പാലിയക്കര, കിഴക്കൻമുറി, തുകലശ്ശേരി മേഖലകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ റോഡുകളെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ധാരാളം ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം തിരക്കില്ലാത്ത റോഡിൽ കൂടെ പോയിട്ട് സ്വാഭാവികമായിട്ട് അവർക്കൊരു അപകടം ഒഴിവാക്കി നടക്കാൻ പറ്റുന്ന ഈ സന്നിധിയിൽ വന്ന് നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത, അതൊക്കെ ആഗ്രഹിച്ച് വരുന്ന ധാരാളം അമ്മമാരുണ്ട്, വളരെ പ്രായമുള്ളവരുണ്ട്, ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പ്രവാസവാരിക്ക് വരുന്നു. അപ്പോൾ അവരൊക്കെ വീഴുന്ന കാഴ്ച നേരിട്ട് ഞാനൊരു സ്ഥിരമായി വർഷങ്ങളായിട്ട് പ്രവാസവാരി നടത്തുന്ന ഒരാളെന്ന രീതിയിൽ നിരന്തരമായി കാണുന്ന കാഴ്ച. കുട്ടികൾ രാവിലെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്ന് വീഴുന്നത് നിരന്തരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അത്രയും ദയനീയമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് 2006 നവംബർ മാസത്തിൽ ഇത് റോഡ് ടാർ ചെയ്തതിന് ശേഷം പിന്നീടൊരു ടാറിങ്ങോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വർക്കുകളോ ഈ പറയുന്ന റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്താൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല. PWDയുടെ ഏറ്റവും വലിയ വിഷയം PWDയുടെ ആസ്തി വികസന ഇതിൽ ഈ റോഡില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റേതാണെന്ന് പറയുമ്പോൾ പോലും മരാമത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ശ്രമം അല്ലെങ്കിൽ നിരവധിയായി ഇവിടുത്തെ ഉപദേശ സമിതിയും അതുപോലെ തന്നെ കാലാകാലങ്ങളായി വന്നിട്ടുള്ള മെമ്പർമാരുമൊക്കെ വളരെയധികം ആവശ്യപ്പെട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യണമെന്നാണ്. ഞാനും ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ വേണാട് മെമ്പറായിരിക്കുന്ന സമയത്ത് 2006 നവംബറിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം വളരെ അനുകൂലമായ ഒരു സാഹചര്യം എടുത്തതുകൊണ്ടാണ് PWD എന്ന വർക്ക് ചെയ്തത്. അതിനുശേഷം ഇതുവരെ ആ ഒരു തുടർ വർക്ക് PWDക്ക് ചെയ്യാൻ പറ്റാതെ പോയത് അവരുടെ ആസ്തി വികസന ഫണ്ടിൽ ഈ ഒരു റോഡ് ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കാരണം. അത് നമുക്ക് തെറ്റി പറയാൻ പറ്റും. MLA നിരവധി തവണ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ MLA ഒരു കാര്യം പറഞ്ഞു, ഞാൻ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പൊതുമരാമത്തുമായിട്ടുള്ള ഈ ഇഷ്യൂ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും അതിപുരാതനമായിട്ടുള്ള ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് റോഡുകൾ ഒന്ന് വൃത്തിയാക്കി കിട്ടുക എന്നുള്ള ഭക്തജനങ്ങളുടെ ഒരു വളരെയധികം സങ്കടകരമായ ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും MLA അത് പരിഗണിക്കാമെന്ന് 2 മെമ്പർമാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങളും മുൻ മെമ്പർമാർ എന്നുള്ള രീതിയിൽ ഞങ്ങളുമൊക്കെ പൊതുപ്രവർത്തകരായിട്ടുള്ളവർ വിശ്വസിക്കുന്നത്. MLA അതിനൊരു പരിഹാരം കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ടോ? അപകടങ്ങൾ കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ നമ്മൾ ബൈക്കേൽ പോകുമ്പം ഈ റോഡിൻ്റെ മെറ്റലിളകി കിടക്കുന്നതുകൊണ്ട് അത് സ്കിഡ് ചെയ്ത് 2-3 യാത്രക്കാർ ഈ അടുത്ത സമയത്തും ഉണ്ടായിട്ട് നിരന്തരമായിട്ടുണ്ടാകുന്ന മിക്കവാറും രാവിലെ സമയങ്ങളിലാണ് നമ്മൾ കാണുന്നത്. കൂടുതലും ട്യൂഷന് പോകുന്ന അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരൊക്കെ തന്നെ മറിഞ്ഞു വീഴുന്ന കാഴ്ച കാണാറുണ്ട്. ചിലവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ PWDയും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ നിലവിലുള്ള മെമ്പർമാരെ പൊതുമരാമത്ത് ദേവസ്വം ബോർഡ് പൊതുമരാമത്തിനെയും AC-യൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു കാര്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഖേദകരമായ സത്യമാണ്. ഇനിയും ഇത് വെച്ച് ഈ വരാൻ പോകുന്ന മാർച്ച് 1 ഇവിടുത്തെ ഭഗവാന്റെ തിരുവുത്സവത്തിന് കൊടിയേറുകയാണ്. അതിനിപ്പുറമായി ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതർ തീരുമാനമെടുത്തില്ല എങ്കിൽ പൊതുജനങ്ങളെ ഇറക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ 2 മെമ്പർമാരും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരും എല്ലാം തന്നെ ഇറങ്ങി ശക്തമായ പ്രതിഷേധം AC ഓഫീസിൻ്റെ മുമ്പിൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ പോകുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവരുതെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കാര്യം അതിനു മുമ്പ് ഈ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള ഉത്സവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ധാരാളം വണ്ടികൾ വരും. ആ വണ്ടികളൊക്കെ തന്നെ ഇവിടെ വന്ന് കിടക്കുന്ന സമയം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബൈക്കിലും ഒക്കെ വരുന്നവർക്ക് അപകടം സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കി തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആദ്യം പൂർണ്ണമായ ടാറിങ് എന്നുള്ളതിനേക്കാളും ഉത്സവത്തിന് മുമ്പ് അടിയന്തരമായി ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് പാച്ച് വർക്ക് ചെയ്തെങ്കിലും സഞ്ചാരയോഗ്യമാക്കണം. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ കൃത്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സംവിധാനം വെച്ച ഈ റോഡ് അതിൻ്റെ പുറത്ത് ടാർ ചെയ്താൽ നിൽക്കത്തില്ല. നല്ല മെറ്റലിങ് നടത്തി മറ്റ് റോഡുകളെ പോലെ തന്നെ ഇതും റബ്ബറൈസ്ഡ് റോഡാക്കി അമ്പലത്തിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് ചെയ്യണമെന്നാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ കയറിയിട്ട് ഇപ്പോഴത്തെ ഒരു മെമ്പർമാർ കയറിയിട്ട് 2020 ഡിസംബറിലാണ് കയറിയത്. ഇപ്പോൾ ഈ ഡിസംബർ വരുമ്പം 5 വർഷം പൂർത്തിയാവും. ഇതുവരെ നമ്മൾ ഓരോ വർഷവും ഇവർക്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്, നമുക്ക് ഈ റോഡിൻ്റെ കുഴിയെങ്കിലും അടച്ചു തരാൻ പറഞ്ഞു. പക്ഷെ അവരിതുവരെ അതിനൊരു മറുപടി വന്നിട്ടില്ല. അവർക്ക്
ആദ്യം അവർ പറയുന്നത് നമ്മുടെ റോഡാണോ എന്ന് പോലും അവർക്ക് സംശയമുള്ള രീതിയിലാണ് അവരുടെ സംസാരം. അവരുടെ തന്നെ റോഡാണോ എന്നുള്ളത്. PWD റോഡല്ല എന്നുള്ളത് നമുക്കറിയാം. അവർക്കതുകൊണ്ട് ചെയ്യാനുള്ള വകുപ്പില്ല അതിനകത്ത്. അതുകൊണ്ട് ഇവർ തന്നെയാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. പക്ഷെ അവർ എല്ലാ വർഷവും നമ്മൾ ലെറ്റർ കൊടുക്കുന്നതല്ലാണ്ട് അതിന് തിരിച്ച് നല്ലൊരു പ്രതികരണമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ മാസവും ഞാനും ഞങ്ങളുടെ അടുത്ത അപ്പുറത്തെ വാർഡ് മെമ്പർ ഗംഗാ രാധാകൃഷ്ണനും കൂടി ഞങ്ങൾ രണ്ടുപേരുടെയും കൂടിയാണ് ഈ ഏരിയ. ഞങ്ങൾ രണ്ടുപേരും കൂടി ലെറ്റർ കൊടുത്തിട്ടുണ്ട്. PWD കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുമല്ലെന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഇവരാണല്ലോ. അപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് കൊടുത്തപ്പോൾ. ഈ നഗരസഭയിൽ നിന്ന് ഈ ഒരു വിഷയത്തിനെ പറ്റി എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് നമുക്ക് നഗരസഭയിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം നഗരസഭയുടെ ആസ്തിയിലില്ല, ആസ്തി രജിസ്റ്ററിൽ ഈ റോഡ് ഇല്ല. നമുക്ക് അവിടുത്തെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡ് തന്നെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ റോഡ് അവരുടെ ആസ്തിയിൽ, നഗരസഭയുടെ ആസ്തിയിലില്ലാത്തതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ആദ്യം നമ്മൾ പറഞ്ഞു നോക്കിയതാണ്. അപ്പോൾ ഈ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പം അത് പറയാറില്ല. അവിടെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്ന തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിൻ്റെ ഒരു ദുരവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത്. 2006 ഭാഗവത സത്രം നടന്നിരുന്ന സമയത്ത് അന്ന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി PWD റോഡ് ടാർ ചെയ്ത് തന്നതാണ്. അതിനുശേഷം ഇത്രയും കാലമായിട്ടും യാതൊരുവിധ മെയിൻ്റനൻസ് വർക്കും നടത്തിയിട്ടില്ല. കാലങ്ങളായി ഇതിനുവേണ്ടി 25-ാം വാർഡ് കൗൺസിലറായ മിനി പ്രസാദും 27-ാം വാർഡ് കൗൺസിലറായ ഗംഗാ രാധാകൃഷ്ണനും മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന് തൊട്ടു മുമ്പ് വരെ PWD ഓഫീസിലും മറ്റും കയറി ഇറങ്ങി, ദേവസ്വം ബോർഡ് ഓഫീസിലും കയറി ഇറങ്ങി, അവസാനം നടക്കാതെ വന്നപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസയിട്ട് തൽക്കാലത്തേക്ക് കുഴി അടയ്ക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു ഈ റോഡ്. അതിലും മോശമായൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഏതായാലും ഇന്നത്തെ ഈ അവസ്ഥ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് കാര്യമായ രീതിയിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇത് ഈ ഉത്സവ കാലഘട്ടത്തിൽ വളരെയധികം ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നു. അങ്ങനെ മാറിയാൽ ഞങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കേണ്ടി വരും. അവരെന്താണ് പറയുന്നത്? ഈ റോഡ് ശരിയാക്കാമെന്നാണോ അതോ പിന്നീടാട്ടെ എന്നാണോ, ഫണ്ടില്ലെന്നാണോ, എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടി? എന്താ? ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ ഒക്കില്ല. ഞങ്ങൾക്ക് മരാമത്ത് വകുപ്പിന് ഇത്തരം റോഡുകളുടെ പണി ചെയ്തുള്ള രീതിയില്ല, പണി ചെയ്യുന്ന രീതിയില്ല. ഞങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം. അത്തരത്തിലേക്ക് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് എത്തുമ്പോൾ നാട്ടുകാർ അല്ലെങ്കിൽ മെമ്പർമാർ എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും കൂടെ ചേർത്ത് പൊതുമരാമത്ത് വകുപ്പിനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും നിയമ നടപടികൾ നമുക്ക് എടുത്ത്? ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മെമ്പർമാരെയോ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയോ കണ്ട് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മകരവിളക്ക് സമയമായതിനാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇത് മിക്ക സ്ഥലത്തും നമ്മൾ കാണുന്നതാണ്. ഒരു റോഡ് നന്നാക്കാൻ പോകുമ്പോൾ ചില സമയത്ത് ആ നാട്ടുകാർ അതിനെ അനുവദിക്കത്തില്ലായിരിക്കും. ചില സമയത്ത് നല്ല യോജിപ്പിൽ പോകും. ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിന്റെ അവസ്ഥയിൽ അവരുടെ പ്രതികരണം എന്താണ്? ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള 3 കരകളിലേക്ക് ഇതിലൂടെ തുടർച്ചയായിട്ട് യാത്രയുള്ളതിനാൽ അവർക്ക് എങ്ങനെങ്കിലും ഇത് സാധിച്ചെടുത്താൽ മതി, ഇത് നടപ്പിലാക്കിയാൽ മതി എന്നുള്ള തരത്തിലുള്ള ഏകാഭിപ്രായക്കാരാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. PWDയും ദേവസ്വവും കൈയൊഴിഞ്ഞപ്പോൾ നാഥനില്ലാത്ത കളരിയായി മാറിയിരിക്കുകയാണ് ഈ റോഡ്.
ഇനി ഏത് ഭാഷയിൽ പറഞ്ഞാലാണ് അധികാരികൾ കേൾക്കുന്നതെന്നറിയാത്ത സങ്കടത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും. ക്യാമറമാൻ നന്ദുവിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.